ഹലോ, വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. എന്നാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമാണ്. നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനെ എളുപ്പമാക്കുകയാണ് ഡോട്ട്സ് അക്കാഡമിയുടെ ഈ സീരീസിലൂടെ. അപ്പോൾ ഈ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നെയിം ദ ഡ്രോൺ സ്റ്റാർട്ടപ്പ് ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ഇന്ത്യസ് that has been developed, right? That has been developed as India's first one of its kind drone with a parachute integrated system. ചോദ്യം എന്താണ്? ഒരു ഡ്രോൺ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ പാരഷൂട്ട് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. അപ്പോൾ ആ ഡ്രോൺ സ്റ്റാർട്ടപ്പിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആ ഡ്രോൺ സ്റ്റാർട്ടപ്പിൻ്റെ പേര്? എമിനൻറ്റ് എയർ. സോ എമിനൻറ്റ് എയറിൻ്റെ പ്രത്യേകത പാരഷൂട്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു ഡ്രോണാണ്. സോ ഇറ്റ് ഓഫേഴ്സ് എൻവയൺമെൻ്റലി ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് വിത്ത് നോ കാർബൺ ഫുട് പ്രിൻറ്റ്സ് ആണ്. സോ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ ആണ്. And a parachute integrated system ensures safe and dependable delivery of items ആണ്, while eliminating any potential risk during the operation. So delivery of items ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ റിസ്ക് ഒക്കെ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഡ്രോൺ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടീം വൺ ദി ഫസ്റ്റ് വിമൻസ് Under-19 T20 World Cup in 2023? അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വിമൻസ് Under-19 T20 വേൾഡ് കപ്പ് ആണ്. അത് ഏത് ടീമാണ് വിൻ ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. ഏത് ടീമാണ്? ഇന്ത്യയാണ് അത് വിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇനോഗ്രൽ ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് T20 Under-19 വേൾഡ് കപ്പ് വിമൻസ് വേൾഡ് കപ്പ് വിൻ ചെയ്തിരിക്കുന്ന ഇന്ത്യയാണ്. And this was the first edition of the Under-19 Women's T20 World Cup and it was hosted by South Africa in 2023. സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്. ഇനി 2025 നടക്കാൻ പോകുന്നത്. 2025 മലേഷ്യയിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, which country will be invited as a focal country at the Madrid International Book Fair in 2025 in Madrid, Spain? So മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത് സ്പെയിനിലാണ്. സ്പെയിനിൻ്റെ ക്യാപിറ്റലാണ്. സോ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ, മാഡ്രിഡ് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഫോക്കൽ കൺട്രി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ് രാജ്യം? വീണ്ടും ഇന്ത്യ. അപ്പോൾ നമ്മളെ രണ്ടും മൂന്നും ചോദ്യത്തിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഇന്ത്യ തന്നെയാണ് വരുന്നത്. ഓൾദോ ഇറ്റ് ഫീച്ചേഴ്സ് മെയിൻലി ബുക്സ് ഫ്രം സ്പാനിഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് മെയിനായിട്ട് ഫീച്ചർ ചെയ്യുന്നതെങ്കിലും മറ്റ് ഭാഷകളിലുള്ള ബുക്സും കൂടി ഫീച്ചർ ചെയ്യുന്നുണ്ട്. ലിറ്ററേച്ചർ ഓഫ് എ ഗസ്റ്റ് കൺട്രി. അപ്പോൾ നമ്മൾ ഗസ്റ്റ് കൺട്രിയാണ്. സോ നമ്മുടെ ലിറ്ററേച്ചറും കൂടി അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുന്നത് 1933 ദ ഫെയർ ബിഗാൻ ഇൻ 1933. Next question, as per the Digital Payments Index, digital payments across the country registered a growth of 24.13% in a year. The index was released by. ഇപ്പോൾ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം 24.13% ആണ് ഒരു വർഷത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിലീസ് ചെയ്യുന്നത്. RBI has been publishing the Digital Payments Index since January 1st, 2021. സോ 2021 മുതലേ പബ്ലിഷ് ചെയ്യുന്നതാണ്. എന്ന് മാത്രമല്ല മാർച്ച് 2018 ബേസ് ഇയർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ബേസ് ടു ക്യാപ്ചർ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത് 2018 ബേസ് ഇയർ. എപ്പോൾ മുതലാണ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്? 2021 മുതൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. ഹു ഓഥർഡ് എ ബുക്ക് ടൈറ്റിൽ ദ കേസ് ദാറ്റ് ഷൂക്ക് ഇന്ത്യ, ദ വേർഡിക്റ്റ് ദാറ്റ് ലെഡ് ടു ദി എമർജൻസി? സോ ബുക്ക് ആരാണ് എഴുതിയിരിക്കുന്നത്? ദ കേസ് ദറ്റ് ഷൂക്ക് ഇന്ത്യ എന്നുള്ളത് ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? പ്രശാന്ത് ഭൂഷൺ ആണ്. പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം ഒരു ഫേമസ് ഓഥറാണ്. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ഇൻ സുപ്രീം കോർട്ട്. സോ സുപ്രീം കോർട്ടിലെ ഒരു അഡ്വക്കേറ്റും കൂടിയാണ് പ്രശാന്ത് ഭൂഷൺ. ഇനി നമുക്ക് ചോദ്യം വരാൻ മറ്റൊരു സാധ്യതയുള്ളത് ഇതാണ്, ദ കേസ് ദറ്റ് ഷൂക്ക് ഇന്ത്യ. അത് ഏത് കേസാണെന്നുള്ളത് ചോദ്യം വരാം. അതേത് കേസാണ്? The case in the book is Indira Gandhi versus Raj Narayan 1975. നമുക്ക് ചോദ്യം വരാം, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നാരായൺ കേസ് ഏത് വർഷമാണെന്ന് വരാം? 1975. എവിടെയായിരുന്നു? ഇൻ അലഹബാദ് ഹൈക്കോർട്ട്. ആൻഡ് ഇറ്റ് നള്ളിഫൈഡ് ഇന്ദിരാഗാന്ധീസ് ഇലക്ഷൻ. സോ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇക്വറ്റോറിയൽ ഗിനി? സോ ഇക്വറ്റോറിയൽ ഗിനിയുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദ്യം. ഇക്വറ്റോറിയൽ ഗിനി എവിടെയാണ് കിടക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ സെൻട്രൽ ആഫ്രിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലാണ്
ഇക്വറ്റോറിയൽ ഗിനി കിടക്കുന്നത്. സോ ഇക്വറ്റോറിയൽ ഗിനിയുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആരാണ്? അവരുടെ പേരാണ് മാനുവല റോക്ക ബോട്ടെ എന്നാണ്. ഷീ സെർവ്ഡ് ആസ് എ PM ഓഫ് ഇക്വറ്റോറിയൽ ഗിനി ഫ്രം 1st February 2023 to 17th August 2024. സോ 2020 മുതൽ 2024 വരെ മാത്രമാണ് അവർക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റിയത്. അപ്പം പ്രസന്റ് പ്രൈം മിനിസ്റ്റർ അവരല്ല. പ്രസന്റ് പ്രൈം മിനിസ്റ്റർ പേര് മാനുവൽ ഓസ നുസ. റൈറ്റ്. ക്യാപിറ്റൽ സിറ്റി, അതായത് ഇക്വറ്റോറിയൽ ഗിനിയുടെ ക്യാപിറ്റൽ സിറ്റി നോക്കുക. ക്യാപിറ്റൽ വരുന്നത് മലാബോ ആണ്. ഈ മലാബോ എന്ന് പറയുന്നത് ബിയോക്കോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഈ ഇക്വറ്റോറിയൽ ഗിനി മെയിൻലാൻഡിലാണ് കിടക്കുന്നത്, ആഫ്രിക്കയുടെ മെയിൻലാൻഡിലാണ് കിടക്കുന്നത്. എന്നാൽ അവരുടെ ക്യാപിറ്റൽ സിറ്റി കിടക്കുന്നത് ഒരു ഐലൻഡിലാണ്. ഐലൻഡിൻ്റെ പേരാണ് ബിയോക്കോ ഐലൻഡ്. സിറ്റിയുടെ പേര് ഏതാണ്? മലാബോ. സോ മലാബോ ഇസ് ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇക്വറ്റോറിയൽ ഗിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which World Heritage Site of UNESCO in Ukraine has been categorized as being in danger? So ഡേഞ്ചറിലുള്ള യുക്രൈനിലെ ഒരു യുനെസ്കോ സൈറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആ യുനെസ്കോ സൈറ്റ്? ഭയങ്കര ഫേമസ് ആണ് അല്ലേ? ഒഡേസയാണ്. ദാറ്റ് ഇസ് എ യുക്രൈനിയൻ പോർട്ട് സിറ്റി കേട്ടോ. ആൻ യുക്രൈനിയൻ അല്ല, എ യുക്രൈനിയൻ, ആർട്ടിക്കിൾ എ, റൈറ്റ്. എ യുക്രൈനിയൻ പോർട്ട് സിറ്റി. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദി പേൾ ഓഫ് ദ ബ്ലാക്ക് സീ എന്നറിയപ്പെടുന്നതാണ് ഒഡേസ. യുനെസ്കോ സൈറ്റ് ആണ്. ഒഡേസ ഹാസ് ബീൻ ബോംബ്ഡ് സെവറൽ ടൈംസ് സിൻസ് റഷ്യ ഇൻവേഡഡ് യുക്രൈൻ. സോ ആ ബോംബിൽ ഒഡേസ പലതവണയായിട്ട് ബോംബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ബീയിങ് ഇൻ ഡേഞ്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് അനൗൺസ്ഡ് എ ഡിസിഷൻ ടു റിമൂവ് ദി ബ്രിട്ടീഷ് മൊണാർക്കി ഫ്രം ഇറ്റ്സ് ബാങ്ക് നോട്ട്സ്? സോ ബാങ്ക് നോട്ട്സ്, ചോദ്യം വളരെ ശ്രദ്ധിക്കുക. ബാങ്ക് നോട്ട്സിൽ നിന്ന് ബ്രിട്ടീഷ് മൊണാർക്കിയുടെ സൂചിപ്പിക്കുന്ന ഫിഗേഴ്സ് മാറ്റാനുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയ ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ ആണ്. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ റീസെൻ്റ്ലി അനൗൺസ് ദാറ്റ് ഇറ്റ് ഈസ് റിമൂവിംഗ് ദ ഫേസ് ഓഫ് ദ ബ്രിട്ടീഷ് മൊണാർക്ക് ഫ്രം ഇറ്റ്സ് $5 bills. സോ $5 ബിൽസിൽ നിന്ന് ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ ഫേസ് തന്നെ റിമൂവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടിൽ ദ ഡിമൈസ് ഓഫ് ക്വീൻ എലിസബത്ത്, the $5 ഓസ്ട്രേലിയൻ നോട്ട്സ് ഹാഡ് ഹെർ ഫേസ് ഓൺ ദ. സോ ക്വീൻ എലിസബത്തിൻ്റെ മരണം വരെ $5 നോട്ട്സിലെല്ലാം തന്നെ ക്വീൻ എലിസബത്തിൻ്റെ ഫേസ് ആയിരുന്നു. ഇനി പുതിയ $5 ബില്ലിൽ, പുതിയ $5 നോട്ടിൽ കാണാൻ പോകുന്നത് ഒരു ഇൻഡിജീനിയസ് ഡിസൈനാണ്. അതായത് അവരുടെ തന്നെ ഒരു തനതായിട്ടുള്ളൊരു ഡിസൈനാണ്, rather than an image of King Charles III. സോ കിങ് ചാൾസ് ത്രീയുടെ ഫേസ് വരാൻ പോകുന്നില്ല, പകരം ഒരു ഇൻഡിജീനിയസ് ഡിസൈൻ ആയിരിക്കും വരുന്നത്. പക്ഷേ കിങ് ഇസ് സ്റ്റിൽ എക്സ്പെക്റ്റഡ് ടു അപ്പിയർ ഓൺ കോയിൻസ്. സോ കിങ്ങിൻ്റെ ഫേസ് കോയിൻസിൽ വരും, പക്ഷേ ബാങ്ക് നോട്ട്സിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് കൺട്രി ഈസ് അഡോപ്റ്റിംഗ് പഞ്ചാബി ആസ് എ ന്യൂ ലാംഗ്വേജ് ആഫ്റ്റർ ദി 2021 സെൻസസ്? സോ 2021 സെൻസസിന് ശേഷം ഒരു പുതിയ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണ് ആ രാജ്യം? ദ കൺട്രി ഈസ് ഓസ്ട്രേലിയ ആണ്. അപ്പം ശ്രദ്ധിക്കുക കേട്ടോ. പഞ്ചാബി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ പല രാജ്യങ്ങളുടെ പേര് ഓർമ്മ വരും. ബട്ട് 2021 സെൻസസ് അനുസരിച്ച് ന്യൂവസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പഞ്ചാബി അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയ ആണ്. ആൻഡ് 2021 സെൻസസ് ഷോഡ് ദാറ്റ് ഇറ്റ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാംഗ്വേജ് ഇൻ ഓസ്ട്രേലിയ വിത്ത് മോർ ദാൻ 2,39,000 പീപ്പിൾ. അത് 2 ലക്ഷത്തിലധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് പഞ്ചാബി. ഓസ്ട്രേലിയയിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ്. അത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ്. ഒരു ഇൻക്രീസ് ഓഫ് ഓവർ 80% ഫ്രം 2016. സോ 2016 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 80% ഇൻക്രീസ് ഉണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബി ഒരു ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഏതാണ് രാജ്യം? വീണ്ടും ഓസ്ട്രേലിയ. And the last question of this session, which government has recently announced the extension of its immigration policy known as Title 42? So Title 42 എന്ന് പറയുന്ന ഒരു ഇമിഗ്രേഷൻ പോളിസി അഡോപ്റ്റ് ചെയ്ത രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആ രാജ്യം? USA ആണ്. USA പുതിയ ഒരു ഇമിഗ്രേഷൻ പോളിസിയാണ് ടൈറ്റിൽ 42 എന്ന് പറയുന്നത്. US announced that it will extend COVID-19 pandemic era restrictions known as Title 42. So Title 42 എന്ന് പറയുന്നത് COVID-19 സമയത്തുള്ള ഒരു റെസ്ട്രിക്ഷൻ ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇമിഗ്രേഷൻ പോളിസിയിലും അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ടു എക്സ്പെൽ മൈഗ്രൻസ് കോട്ട് ക്രോസിംഗ് ദ US മെക്സിക്കോ ബോർഡർ ബാക്ക് ടു മെക്സിക്കോ. അതായത് US മെക്സിക്കോ ബോർഡർ കടന്നു വരുന്ന മൈഗ്രൻസിന് തിരിച്ചു മെക്സിക്കോയിൽ തന്നെ തിരിച്ചു വിടുക എന്നുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന പോളിസിയാണ് ടൈറ്റിൽ 42. അതിൻ്റെ ഉദ്ദേശം COVID-19 റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് ഇനി മൈഗ്രൻസിന് അപ്ലൈ ചെയ്തിട്ട് യുഎസ്എയിലേക്ക് മെക്സിക്കോയിൽ നിന്ന് കടന്നു വരുന്നവരെ തിരിച്ച് മെക്സിക്കോയിൽ തന്നെ പറഞ്ഞേക്കാനുള്ള പോളിസിയാണ് ടൈറ്റിൽ 42 എന്ന് പറയുന്നത്. മൂവ് വുഡ് ബ്ലോക്ക് മോർ നാഷണാലിറ്റി സീക്കിംഗ് അസൈലം ഇൻ ദ US. സോ US അസൈലം സീക്ക് ചെയ്യേണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്.
പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഈ ടൈറ്റിൽ 42 is coming to an end. ഇത് ഉടനെ തന്നെ എൻഡ് ആകുമെന്നാണ് പറയപ്പെടുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകൂ. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്